ഡയറക്ഷൻ വൈസ് ഒന്നും അത്രയ്ക്ക് ഭയങ്കര നൈസ് ആയിട്ട് തോന്നുന്നില്ല. ജസ്റ്റ് ഒരു മൂവി. പെർഫോമൻസ് ധനുഷിന്റെ നോർമൽ നമ്മൾ ഈ ഒരു ടെംപ്ലേറ്റിലുള്ള മൂവീസിന് മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ, സെയിം കൈൻഡ് ഓഫ് തിങ് ആയിട്ട് തന്നെ തോന്നി. പിന്നെ ആക്ഷൻസ് അത്യാവശ്യം നല്ലതായിരുന്നു. കേട്ടില്ല, പ്രത്യേകിച്ച് അങ്ങനെ അത്രയൊരു അത്രയും പെർഫെക്ഷൻ ഒന്നും തോന്നിയില്ല. ജസ്റ്റ് നമ്മൾ ഇതിനു മുമ്പ് ഇതേപോലത്തെ ടെംപ്ലേറ്റിലുള്ള സെയിം മൂവീസ് കണ്ടിട്ടുണ്ട്. ആ ഒരു സ്ലം ഏരിയ, അവിടുത്തെ ഒരു ഗാങ്സ്റ്റർ, അവരുടെ കുറെ പ്രോബ്ലംസ്, ആ സെയിം ഒരു ടെംപ്ലേറ്റ് തന്നെ ഇതിനകത്ത് ഫീൽ ചെയ്തു. ഓക്കെ അത്രേ ഉള്ളൂ. ജസ്റ്റ് എടുത്തു പറയാനും മാത്രം ഒന്നും. നോർമൽ എല്ലാം ഇതേപോലത്തെ ടൈപ്പ് മൂവിയിലുള്ള സെയിം ഒരു സാധനം തന്നെ തന്നെയാണ്. പൊളി തിമിർത്തളഞ്ഞ് ധനുഷണ്ണ സൂപ്പർ. ധനുഷണ്ണയുടെ വില്ലൻ കട്ടക്ക് ചെയ്യണം. സൂര്യ കട്ടക്ക് അതേ മനോഹരമായിട്ട് ചെയ്തിരിക്കണം. പിന്നെ ബാലമുരളി ഒന്നിനൊന്നിനും മികവ്. പിന്നെ അതുപോലെ തന്നെ കാളിദാസനും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നല്ലൊരു ക്യാരക്ടറാണ് വേഷം കൊടുത്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. അപർണ, ബാലമുരളി എല്ലാം സൂപ്പർ പടം കണ്ട. അടിപൊളി, ഒരു രക്ഷയില്ല. അടിപൊളി ഡയറക്ഷൻ സൂപ്പർ, സ്ക്രിപ്റ്റിംഗ് സൂപ്പർ, ക്ലൈമാക്സ് സൂപ്പർ, തുടക്കം സൂപ്പർ, എല്ലാം വേറെ ലെവൽ. അണ്ണന്റെ 50ാമത്തെ പടമാണ്. ധനുഷ് അണ്ണന്റെ 50ാമത്തെ പടം. ആടി തിമിർത്തളഞ്ഞ് 50ാമത്തെ പടം തന്നെയാണ്. അണ്ണം കരയിപ്പിച്ചളഞ്ഞ് പാട്ട് ഏറെ തികച്ചും വ്യത്യസ്തമായിട്ട് പറയാനുള്ള എ.ആർ. റഹ്മാന്റെ സംഗീതം എന്ന് പറയുന്നത് എന്റെ അമ്മനെ കോരി തരിച്ച് അത് ഇപ്പൊ റീൽസ് ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കണം. എ.ആർ. റഹ്മാൻ തന്നെയാണ്, വേറെ ലെവലാണ്. എ.ആർ. റഹ്മാനെ വെല്ല കഴിഞ്ഞാൽ ആരും ഇല്ല. കാരണം നമുക്ക് ആ പാട്ടിന്റെ ഒരു 2-3 വരികൾ വരുമ്പോ തന്നെ നമ്മളെ കണ്ണ് നിറഞ്ഞുകൂടെ, നമ്മളെ കയ്യില് രോമൊക്കെ അങ്ങ് എണീറ്റ് നിൽക്കണം. ധനുഷാണ് വേറെ ലെവലായിട്ടാണ് കൊണ്ടുവന്നത്. ആ ഒരു എ.ആർ. റഹ്മാൻ ഫീൽ കിട്ടിയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കാളിദാസ് ചേർന്നൊക്കെ നല്ല ഇത് കിട്ടിയിട്ടുണ്ട്. എസ്.ജെ. സൂര്യ നൈസ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ അവിടേക്ക് ഒരു കൺവിൻസിങ് അല്ലാത്തൊരു ഫീൽ തോന്നി, ഒരു ഡെപ്ത് കിട്ടാത്ത പോലെ തോന്നി. ഇന്റർവ്യൂ അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ എനിക്ക് എന്തോ ഒരു മിസ്മാച്ച് പോലെ തോന്നി. സോ ഇന്ത്യയിലെ പക്ഷേ ഒരു ആവറേജ് ഫീൽ ആയിരുന്നു. ഡയറക്ഷൻ വൈസ് ധനുഷ് ആൻഡ് പെർഫോമൻസ് എല്ലാം സൂപ്പർ. വയലൻസ് അത്യാവശ്യം നന്നായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ അടുത്ത് ഹില്ല് കണ്ടുകൊണ്ട് നമുക്ക് അത്ര ഫീലില്ല. പക്ഷെ വയലൻസ് അത്യാവശ്യം നന്നായിട്ടുണ്ട്. കലക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു മാസ് പടം തന്നെയാണ്. അതായത് റഹ്മാന്റെ വർക്ക്, പീറ്റർ ചെയ്യുന്ന ക്യാമറ എല്ലാം അടിപൊളി. എന്ന് വെച്ചാൽ നല്ലപോലെ സ്ഥിരം ഒരു ധനുഷ് സ്റ്റൈൽ പടം തന്നെയാണ്. പക്ഷെ എനിക്കൊരു ചെറിയ അഭിപ്രായം, എനിക്ക് അസുരന്റെ അത്ര ഒരു മാസ് തോന്നിയില്ല. അതേ ഉള്ളൂ, വേറെ പടം മോശമൊന്നുമല്ല. അതൊക്കെ അസുരന്റെ അത്ര തോന്നില്ലെന്നുള്ളൂ. ഇവിടെ ബാക്കി പടം കുഴപ്പമൊന്നുമില്ല, വാച്ചബിൾ മൂവി തന്നെയാണ്. പെർഫോമൻസ് എല്ലാം എസ് എ സൂര്യയുടെ സീരിയസ് സ്റ്റൈൽ അല്ല, നമ്മളൊരു എസ് എ സൂര്യ ഒരു സൈക്കോ സ്റ്റൈലാണ് പുള്ളി ചെയ്യുന്നത്. അതിനകത്ത് വെറൈറ്റി ആയിട്ട് പുള്ളി ഒരു തീരെ തുല്യനായിട്ട് ഇതിനകത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ല പടം, വാച്ചബിൾ. ട്രെയിൻ്റെ അത്ര അല്ല, പുള്ളിയുടെ ആദ്യത്തെ പടം ഒരു കുടുംബകഥ പോലെയാണല്ലോ. ഇതൊരു മാസപടം. ധനുഷിന്റെ ഒരു കലം കൂട്ടം പറഞ്ഞു. ധനുഷ് ക്രാഫ്റ്റ്മാൻ തന്നെയാണ്, സകലകല ഓലവും തന്നെയാണ് കേട്ടോ. ഓക്കെ.